യെസ്, വീണ്ടും സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക് കൂടിയാണ്. ഇന്ത്യ US വ്യാപാര കരാറിനെതിരെ കർഷക സംഘടനകളും രംഗത്തെത്തുകയാണ്. ഗ്രാമങ്ങൾ തോറും പ്രതിഷേധിക്കാൻ കിസാൻ മോർച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നു. ട്രംപിന്റെയും മോദിയുടെയും കോലം കർഷകർ കത്തിക്കും. അതിനിടെ ഇന്ത്യ US വ്യാപാര കരാർ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ നോട്ടീസ് നൽകി. പാർലമെന്റ് അറിയിക്കുന്നതിന് മുൻപ് വിദേശ രാഷ്ട്രത്തലവൻ പ്രഖ്യാപനം നടത്തിയതിൽ ആശങ്കയുണ്ടെന്നും ബ്രിട്ടാസ് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടി. ലോക്സഭയിലേക്ക് വന്നാൽ അവിടെ ബെന്നി ബെഹനാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. യെസ്, PR അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, അതായത് ഈ ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കരാർ നടപ്പിലാവുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതനുസരിച്ച് കർഷകർക്കടക്കം ഏറ്റവും ദ്രോഹകരമാകുന്ന നടപടികളാണ്. US-ന് 0 തീരുവയാണ് ഉള്ളതെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും കർഷകരടക്കം ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലും ഈ വിഷയം പ്രതിഫലിക്കുന്നു, അല്ലേ? ഇന്ത്യ US വ്യാപാര കരാറിലെ വ്യവസ്ഥകൾ എന്തെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ പ്രതിഷേധിക്കാൻ കർഷക സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധത്തിന് സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നു മുതൽ ഈ പ്രതിഷേധ പരിപാടികൾ ഗ്രാമങ്ങളിൽ നടത്തുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും കോലങ്ങൾ കത്തിച്ചായിരിക്കും SKM പ്രതിനിധികൾ പ്രതിഷേധിക്കുക. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ ഈ വിഷയം ഉയർത്തുവാനും ഇപ്പോൾ SKM തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ CIT-യുടെ അടക്കം നേതൃത്വത്തിലാണ് ദേശീയ പണിമുടക്ക് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അന്ന് ഈ വിഷയം, ഈ ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിച്ചിരുന്നില്ല. പക്ഷേ ഫെബ്രുവരി 12 നടക്കുന്ന പണിമുടക്കിൽ ഈ വിഷയം കൂടി ഉയർത്തുവാൻ ഇപ്പോൾ SKM തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് ഇപ്പോൾ SKM ആഹ്വാനം നൽകിയിരിക്കുന്നത്. അതേസമയം പാർലമെന്റിലും ഈ വിഷയം ഉയർത്തുവാൻ പ്രതിപക്ഷ അംഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP ചട്ടം 267 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഗുരുതരമായ ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. കാരണം കൃത്യമായി എന്തൊക്കെ വ്യവസ്ഥകൾ ഈ കരാറിലുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പാർലമെന്റിനെ പോലും അറിയിക്കാതെ മുൻകൂട്ടി ഒരു വിദേശ രാഷ്ട്രത്തലവൻ ഈ കരാർ പ്രഖ്യാപിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ജോൺ ബ്രിട്ടാസ് MP ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. ജോൺ ബ്രിട്ടാസിന് പുറമെ തന്നെ റഹീം MP രാജ്യസഭയിലും അതുപോലെ തന്നെ ബെന്നി ബെഹനാൻ MP ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ രാജ്യവ്യാപകമായി ചർച്ച നടത്തുവാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചത് രാജ്യത്തെ അമേരിക്കയ്ക്ക് വിൽക്കുന്ന നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്. പ്രധാനമന്ത്രി വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ഇന്ന് പാർലമെന്റ് ആരംഭിക്കുമ്പോൾ